കടലല്ലോ കായൽ. ഞാൻ ഇതുവരെ ആരോടും പറയാത്ത രഹസ്യം നിങ്ങളോട് പറയാൻ പോവുക. അതെന്തുവാ? പറയാം, പക്ഷെ ഞാൻ ഈ പറയണ കാര്യം 2 ചെവി അറിയരുത്. എടാ പേട്ടുകാർക്കാ, നമുക്ക് 3 കൂടെ 6 ചെവിയുണ്ട്, പിന്നെ എങ്ങനെ 2 ചെവി അറിയാതിരിക്കുന്നേ? നമ്മുടെ 6 ചെവി ഒഴിച്ച് വേറെ 2 ചെവി അറിയാൻ പാടില്ല എന്നാ പറഞ്ഞു. ഇല്ല, ശരി നീ കാര്യം പറ. ഞാൻ ഇനി അത് മറച്ചു വെക്കുന്നില്ല. ഞാനൊരു സിഗ്മയാണ്, പോരാത്തതിന് ഇൻട്രോവേർട്ട്. അതെ, ഈ ഇൻട്രോവേർട്ട് സിഗ്മ എന്നൊക്കെ പറഞ്ഞ നിന്നെ പോലുള്ളവരൊന്നും അല്ല. നീ വരല്ലോ പോലെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ആകെ ഒരേ ഒരു സിഗ്മേ ഉള്ളൂ, അത് നമ്മുടെ സിന്റപ്പനാ. ആ പെമ്പിള്ളേരോട് മിണ്ടത്തുമില്ല, വീടിന് പുറത്ത് ഇറങ്ങത്തുമില്ല. ഓ, എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അതൊക്കെ അവന്റെ അഭിനയാന്നേ. അഭിനയൊന്നുമല്ല, അവൻ നല്ല 916 സിഗ്മയാ. ബെറ്റുണ്ടോ? 500 രൂപ. ആ സിഗ്മയിൽ ഒരു കുന്തല്ലെന്ന് ഞാൻ തെളിയിച്ചു തരും. ശരി, സമ്മതിച്ച്. എന്താ നിന്റെ പ്ലാൻ? മഞ്ച വെച്ചൊരു ക്രിഞ്ച് പരിപാടി ഉണ്ട്, നിങ്ങൾ കാണും. ഹായ് സിന്നപ്പേട്ട, ഇതാ പേട്ടനൊരു മഞ്ച്. നല്ല മുതല കഴിച്ചോ? ഞാൻ ഉപ്പിട്ട മഞ്ച കഴിക്കുള്ളൂ, കൊണ്ടുപോടി നിന്റെ മഞ്ചി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ 916 സിഗ്മയാണെന്ന്. ചിരിക്കണ്ട, എന്റെ വേറെ പ്ലാനും കൂടെ ഉണ്ട്. അമ്മൂമ്മയുടെ ഫോണാ, ഇത് വെച്ചൊരു പരിപാടി ഉണ്ട്. ഹലോ, PTB പഠിക്കുന്ന സുന്ദരക്കുട്ട സിന്റപ്പനാണോ? സുന്ദരക്കുട്ടനൊക്കെ ഓക്കെ, ബട്ട് മൈ നെയിം ഈസ് സിൻഡോ CK. ഡോണ്ട് കോൾ മീ സിൻഡപ്പൻ. അയ്യോ സിൻഡോ ചേട്ടാ, അത് പിന്നെ ചേട്ടൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റ് ആയി പോയി. സാധാരണ പെൺകുട്ടികളെ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളല്ലേ സിൻഡോ ചേട്ടൻ? ആ, വിളിച്ച കാര്യം പറ. വിളിച്ചേരി നേരെ പറയാൻ എനിക്ക് ഇഷ്ടം. ഞാൻ നാളെ പറയാം. എന്റെ കാണണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ വരണം. ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിലൊന്നും പോകാറില്ല. എന്താ? എനിക്ക് ബസ്സിൽ കയറാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സിൻഡോ ചേട്ടൻ ബസ് സ്റ്റോപ്പിന്റെ അവിടെ വന്നിരിക്കും. പിന്നെ വരുമ്പോ വെള്ളമുണ്ടും റെഡ് ഷർട്ടും ധരിക്കാൻ മറക്കല്ലോ കേട്ടോ. ആ ഡ്രസ് ഇടുമ്പോഴത്തേക്കും ചേട്ടനെ കാണാൻ ചെത്ത് സ്റ്റൈലാന്നേ. എന്റെ പട്ടി അവൻ വരും, ഞാൻ വരച്ചോളത്തിൽ അവൻ തുള്ളി വരും. അവനൊന്നും വരാൻ പോകുന്നില്ല, നിന്റെ ബെറ്റിന്റെ 500 രൂപ പോയി. കണ്ട ആടുള്ളി വന്നാ വെച്ച കാശ്. അപ്പൊ അവൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കുറച്ച് വെയിലോട്ടെ. ഫോണിൽ വിളിച്ചാലോ? ഫോൺ അമ്മമ്മയുടെ കയ്യില. അമ്മമ്മയുടെ തെറി കേട്ട് അവൻ ബസ്സിൽ കയറി നാട് വിടായിരുന്ന ഭാഗ്യം. നമുക്ക് ആ സിഗ്മ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം.